ഹലോ. സ്വിറ്റ്സർലൻഡിലെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കുറേ റീൽസിൽ കണ്ടിട്ടുള്ള സ്ഥലമാണ്. ആൻഡ് ഇവിടെ വന്നപ്പോൾ തന്നെ എന്നെ എപ്പോഴാണ് ഈ സ്ഥലത്തേക്ക് കൊണ്ടുപോകാമെന്നാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നത്. ആൻഡ് ഫൈനലി ഐ ആം ഹിയർ ആൻഡ് ദിസ് ഇസ് ലോട്ടർബ്രൂമൻ. നിങ്ങൾ കാണുന്നുണ്ടോ നമ്മുടെ വാട്ടറിന്റെ 3 ഫോംസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അവിടെ നമുക്ക് വാട്ടർ കാണാം, പിന്നെ അവിടെ ഐസ്, പിന്നെ വാട്ടർ വേപ്പർ. ഇവിടെ മെയിനായിട്ടും എന്താ ഉള്ളതെന്ന് വെച്ചാൽ കുറേ പ്രകൃതിരമണീയമായ കാഴ്ചകൾ നമുക്ക് ഭയങ്കര പീസ്ഫുള്ളായിട്ട് ഇവിടെ കാണാൻ പറ്റും. ഗൈസ്, നമ്മളിപ്പോൾ പശുക്കളുള്ള സ്ഥലത്തോട്ട് പോവുക. ഇതിനേക്കാളും കൂടുതൽ പശുക്കളെ ഞാൻ ഗ്രിൻഡൽവാളിൽ കണ്ടിരുന്നു. മേ ബി ഈ സ്ഥലത്തിൻ്റെ വേറെ പാർട്സിലോട്ടൊക്കെ പോയാലായിരിക്കും നമുക്ക് കുറച്ചുകൂടെ പശുക്കളെ കാണാൻ പറ്റുള്ളൂ. എന്തായാലും ഞാൻ പോയപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് എനിക്കധികം പശുക്കളെ കാണാൻ പറ്റിയില്ല. ആൻഡ് ഇവിടുത്തെ മെയിൻ ഒരു അട്രാക്ഷനാണ്. ഞാൻ കണ്ടു കുറേ പേര് ഈ കയറ്റം കയറി ആ വാട്ടർഫോൾ നമ്മൾ നേരത്തെ കണ്ടില്ലായിരുന്നു, അതിൻ്റെ ടോപ്പിലെത്തി അത് നന്നായിട്ട് കാണാനായിട്ട് കുറേ പേര് കയറി പോന്നു. എനിക്ക് കയറാനൊന്നും പറ്റിയില്ല, കാരണം അത് നല്ല കയറ്റം ഉണ്ടായിരുന്നു. പക്ഷേ ഈ കയറിയവർ എൻ്റെ അടുത്ത് പറഞ്ഞത് എന്താണെന്നറിയോ, ആ വാട്ടർഫോൾ ജസ്റ്റ് ഡ്രോപ്സ് ആയിട്ട് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ, അത്രയും വ്യൂ ഒന്നും അവിടെ ഇല്ലെന്ന്. അപ്പോൾ എനിക്ക് ഒരു സമാധാനമായി, ഞാൻ കയറാത്തതുകൊണ്ട്. എനിക്ക് പിന്നെ ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ വാട്ടർ ബോഡിയാണ്. എന്ത് ഭംഗിയാണ് ഇത് കാണാനായിട്ട്. ഇത് ശരിക്കും എന്താ, ഞാൻ റിയലായിട്ട് കാണുവാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റില്ല. കാരണം ഞാനിങ്ങനെ റീൽസിൽ കണ്ടിട്ടുണ്ട്, പിന്നെ ഫോട്ടോസിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ശരിക്കും ഈ സ്വിറ്റ്സർലൻഡിനെ എന്തിനാണ് ഭൂമിയിൽ സ്വർഗം എന്ന് കുറേ പേര് വിശേഷിപ്പിക്കുന്നതിൻ്റെ കാരണം എനിക്ക് മനസ്സിലായി. കാരണം അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ് ഈ കൺട്രി. ആൻഡ് ഈ വാട്ടർ ബോഡി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് നമ്മൾ അവിടെ കുറച്ച് നേരം അത് കണ്ട് സ്പെൻഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ ലോട്ടർബ്രൂമനിൽ അടുത്ത ഒരു പ്ലേസായ വെങ്കനിലേക്ക് ഒരു മൗണ്ടെയിൻ ട്രെയിൽ എടുത്ത് പോകാമെന്ന് വെച്ചു. ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ ദ ഫ്രണ്ട്സ് പാസ്. വെങ്കനിൽ ആക്ച്വലി നമ്മൾ കുറച്ച് നടന്ന് കണ്ടു. എന്നിട്ട് ജസ്റ്റ് അവിടെ ഒരു നല്ല വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാണാനായിട്ട് നല്ല രസമായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ അധികം ടൈമൊന്നും അവിടെ സ്പെൻഡ് ചെയ്തില്ല. എന്നാലും നമ്മൾ കുറച്ച് നേരം ആ വ്യൂ ഒക്കെ കണ്ട് നല്ല സമാധാനത്തോടെ ഇരുന്നിട്ട് നമ്മൾ തിരിച്ചു വന്നു. ഏതൊരു സ്ഥലത്ത് പോലും അവിടുന്ന് സൊവനീർസ് കളക്ട് ചെയ്യുന്നത് ഇപ്പോൾ എൻ്റെ ഒരു ചെറിയ ശീലമായി മാറിയിരിക്കുന്നു. അങ്ങനെ ഞാൻ സ്വിറ്റ്സർലൻഡിൽ നിന്നും ഒരു കടയിൽ കയറി ഒരു സൊവനീർ വാങ്ങി. ആൻഡ് അങ്ങനെ സ്വിറ്റ്സർലൻഡ് ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. ആൻഡ് ഇനി സ്വിറ്റ്സർലൻഡിലേക്ക് വരുമോ എന്ന് ചോദിച്ചാൽ വരണം എന്ന് ആഗ്രഹമുള്ളൊരു സ്ഥലമാണ്, പക്ഷേ അറിയില്ല, നോക്കാം. ഗൈസ്, അങ്ങനെ നമ്മൾ നീണ്ട 2 ദിവസത്തെ ട്രിപ്പ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ഹാപ്പി അല്ലേ? നീ ഹാപ്പി അല്ലേ?